പുസ്തകത്തെ പൂജിക്കുമോ? പൂജിക്കും. വേദപുസ്തകങ്ങളെ പൂജിക്കും. ചിലർ വേദഗ്രന്ഥങ്ങളെ നിത്യപാരായണത്തിന് ഉപയോഗിക്കും. ചിലർ പട്ടിൽ പൊതിഞ്ഞ് പ്രാർത്ഥനാമുറിയിൽ പൂജിക്കും. ചിലർ ചരിത്ര ഗവേഷണം ചെയ്യും. വേറെ ചിലരുണ്ട് വിരുന്നുമുറിയിലെ ഷോക്കേസിൽ അടുക്കി വെച്ച് അലങ്കരിക്കും. വേദഗ്രന്ഥങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം തന്നെ നമ്മുടെ മനസ്സിൽ നന്മകളെ കൊണ്ട് നിറയ്ക്കുക എന്നതാണ്. വേദഗ്രന്ഥങ്ങളുടെ അകക്കാമ്പിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ സദ്വിചാരങ്ങൾ വളർന്ന് വികസിക്കാൻ തുടങ്ങും. ആത്മീയ ഗ്രന്ഥങ്ങൾ അലങ്കാര വസ്തുക്കളല്ല. ധാർമ്മികമായ ഒരു മൂല്യത്തിനു വേണ്ടിയെങ്കിലും ജീവിതത്തെ സ്വയം സമർപ്പിക്കാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മെ പ്രാപ്തരാക്കും, സജ്ജമാക്കും. തുറന്ന മനസ്സോടെ, അതീവ ശ്രദ്ധയോടെ, നിഷ്പക്ഷമായി ഇത്തരം ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രയോജനം അളവറ്റതായിരിക്കും. എന്നാൽ കുറ്റങ്ങളും കുറവുകളും മാത്രം തെരഞ്ഞുപിടിച്ച് കീറിമുറിച്ച് പരിശോധിക്കാനാണ് പുറപ്പാടെങ്കിൽ പ്രത്യേകിച്ച് ഗുണം കിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വിലയേറിയ സമയം പാഴാവുകയും ചെയ്യും. വിശുദ്ധ ഗ്രന്ഥത്തിലും വിഗ്രഹത്തിലും എല്ലാം പൂജ ആരംഭിക്കുന്നത് നല്ലത് തന്നെ. എന്നാൽ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിച്ച് കളയരുത് എന്നാണ് മഹാത്മാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആരാധനയിൽ തുടങ്ങി ആത്മീയതയുടെ അനന്ത സാധ്യതകളിലേക്ക് ഉയരുക എന്നതാണ് ഗുരുക്കന്മാരുടെ കാഴ്ചപ്പാട്.